ശ്രീ വസന്ത് സിറിയക്, എങ്ങനെ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നു എന്നതിന് ഇടതുപക്ഷത്തൊന്നും അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് പി കെ പ്രശാന്തിൽ നിന്നുള്ള ആരോപണം രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് എന്നുള്ളതാണ്. SIT രാഷ്ട്രീയ സമ്മർദ്ദത്തിന് കീഴ്പ്പെട്ടു എന്ന ആരോപണം പ്രശാന്ത് ഉന്നയിക്കുന്നു. നിങ്ങളുടെ പഴയ നേതാവാണല്ലോ. ഇവിടെ ഇപ്പോൾ രാഹുൽ ഈശ്വർ ചൂണ്ടിക്കാണിച്ചത് അല്ലെങ്കിൽ ആരോപിച്ചത് പഴയ സർക്കാരിനോടോ അല്ലെങ്കിൽ ആ സർക്കാരിനെ നയിച്ച CPM-നോടോ ഉള്ള ലോയൽറ്റി കൊണ്ട് SIT തന്ത്രിയെ കൊടുക്കുന്നു എന്നുള്ളതാണ്. SIT യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത്? ഇനിയിപ്പോൾ SIT-യെ ഡിഫെൻഡ് ചെയ്യാനുള്ള ബാധ്യത കോൺഗ്രസിനാണല്ലോ. ഒരു ബാധ്യതയും ഞങ്ങൾക്കില്ല. ഒന്ന്. രണ്ട്, PS പ്രശാന്ത് കോൺഗ്രസിന്റെ പഴയ നേതാവാണല്ലോ എന്ന് പറഞ്ഞാൽ AKG EMS-ഉം പിന്നീട് തായ്വഴിയിൽ വന്ന എല്ലാ കമ്മ്യൂണിസ്റ്റുകളും ഞങ്ങളുടെ പഴയ നേതാക്കളായിരുന്നു എന്ന് പറയേണ്ടതായി വരും. ഞാൻ ഈ ചർച്ച ഏതാണ്ട് 1.5 വർഷം മുമ്പ് ആരംഭിച്ചപ്പോഴേ PS പ്രശാന്തിലേക്ക് ഈ ആരോപണം എത്തിയാൽ ഇവരുടെ പ്രധാന ഡിഫൻസ് അയാൾ കോൺഗ്രസ്സുകാരനായിരുന്നു എന്നുള്ളതായിരിക്കുമെന്ന് പറഞ്ഞു വെച്ചിരുന്ന ഒരാളാണ്. അങ്ങനെ തന്നെയായിരുന്നു എൻ്റെ വാദവും. അത് അങ്ങനെ തന്നെ എത്തുകയും ചെയ്തു. നോക്കൂ, കള്ളന് കഞ്ഞി വെച്ചവൻ എന്ന് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. കള്ളന്മാരായിരുന്നു 2019 ദേവസ്വം ബോർഡെങ്കിൽ ആ കള്ളന്മാർക്ക് കഞ്ഞി വെച്ച് അവർക്ക് നിന്നു പോകാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടാക്കി കൊടുത്ത കള്ളന് കഞ്ഞി വെച്ച ഏറ്റവും അടിപൊളി ഷെഫ് നളൻ എന്നൊക്കെ പറയില്ലേ, ആ നളപാചകം കള്ളന് വേണ്ടി നടത്തിയവരാണ് PS പ്രശാന്തും അവരുടെ കൂട്ടരും എന്നാണ് ഇന്ന് SIT കണ്ടെത്തിയിരിക്കുന്നത്. ഒന്ന്. രണ്ട്, ഈ 2020 ജൂൺ മാസം 30-ാം തീയതി കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവുണ്ട്. ഈ പറയുന്ന ശബരിമലയിൽ നിന്ന് സ്വർണമോ ദ്വാരപാലക ശില്പമോ പ്രതിഷ്ഠയോ പ്രതിമയോ എന്ത് തന്നെയാവട്ടെ അത് വെളിയിലേക്ക് കൊണ്ടുപോകുന്നെങ്കിൽ അത് കോടതിയെ അറിയിച്ചാവണം എന്നുള്ളതുണ്ട്. അതെന്താ PS പ്രശാന്തിൻ്റെ ശ്രദ്ധയിൽ പെട്ടിരുന്നില്ലേ? ഞാൻ ഇന്ന് പ്രശാന്തിൻ്റെ ഈ പറയുന്ന ന്യായീകരണ വാദങ്ങൾ സാഹൂതം വീക്ഷിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ മുഴുവൻ നമ്മൾ ഒറ്റ വരിയിൽ വായിച്ചെടുത്താൽ 2020 ശേഷമുണ്ടായി, അതായത് അദ്ദേഹത്തിൻ്റെ ബോർഡിന് പങ്കൊന്നുമില്ല, പക്ഷെ അതിന് മുമ്പുണ്ടായിരുന്ന ബോർഡിന് പങ്കുണ്ടെന്ന് അദ്ദേഹം സമ്മതിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ സമ്മതിക്കേണ്ടത്. അദ്ദേഹം പറയുന്നു 2019 ചാക്കിലാണ് ഇത് കെട്ടിക്കൊണ്ടുപോയത്, പക്ഷെ എൻ്റെ കാലത്ത് ക്രമങ്ങൾ അനുസരിച്ച് വളരെ കൃത്യമായി പാക്ക് ചെയ്താണ് കൊടുത്തുവിട്ടത്. നോക്കൂ, 2019 ചാക്കി കെട്ടി ദ്വാരപാലക ശില്പം, ദ്വാരപാലകർ എന്ന് പറഞ്ഞാൽ ഹൈന്ദവ വിശ്വാസ പ്രകാരം ഡേറ്റ് തന്നെയാണ്, ദൈവം തന്നെയാണ്. അവരെ ചാക്കിൽ കെട്ടിയാണ് കൊണ്ടുപോയെന്ന് പിന്നീട് വന്ന ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ഇന്ന് തുറന്നു പറയുകയാണ്. ഇവിടെ എവിടെയാണ് പ്രശ്നം? 2019 ഇവർ കൊണ്ടുപോയി സ്വർണ്ണം പൂശാൻ കൊണ്ടുപോയി. ആ സ്വർണ്ണം പൂശാൻ കൊണ്ടുപോയ ശേഷം തിരിച്ചു വന്നതിൻ്റെ അകത്ത് സ്വർണ്ണമില്ലായിരുന്നു എന്നും സ്വർണ്ണത്തിന് കുറവുണ്ടായിരുന്നു എന്നുമുള്ള വാദം അന്ന് തന്നെ ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും അറിയാമായിരുന്നു എന്നാണ് SIT കണ്ടെത്തിയത്. ഇനി അതിന് കുറച്ചുകൂടി അപ്പുറത്തേക്ക് കടന്നാൽ അന്ന് കൊണ്ടുപോയ വിഗ്രഹം തന്നെയാണോ തിരിച്ചു കൊണ്ടുവന്നത് എന്ന സംശയം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഇവരന്ന് കൊണ്ടുവന്ന ഒരു വാറണ്ടി കാർഡ് ഉണ്ടല്ലോ, 40 വർഷത്തേക്കുള്ള സ്വർണ്ണം പൂശലാണിത്. ഇതിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി? ഇപ്പം ഞാൻ പറയട്ടെ, ഗോൾഡ് പ്ലേറ്റിംഗ് ആഭരണങ്ങൾ ഇടുന്ന സ്ത്രീകളുണ്ടല്ലോ നമ്മുടെയൊക്കെ പരിചയത്തിൽ, അവർ പോലും ഈ ഗോൾഡ് പ്ലേറ്റിംഗ് കടകളിൽ ചെന്നാൽ പോലും 1 വർഷത്തെ വാറണ്ടി കാർഡ് കൊടുക്കും. 1 വർഷത്തിനിടയിൽ അത് മങ്ങലോ പൂപ്പലോ തൊങ്ങലോ ഒക്കെ പിടിച്ചാൽ ഈ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നവർക്ക് ആ കടകളിൽ ചെന്ന് പറഞ്ഞാൽ അത് മാറ്റിക്കിട്ടും. അതാ 1 ഇയർ വാറണ്ടി എങ്കിലും മിനിമം 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ ആഭരണങ്ങൾക്ക് പോലും കൊടുക്കുന്നിടത്താണ് ഇത്രമാത്രം വലിയൊരു പ്രാധാന്യമർഹിക്കുന്ന ദൈവസ്ഥാനത്ത് നിന്ന് ദൈവത്തിൻ്റെ തന്നെ ശില്പം അത് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ വാറണ്ടി കാർഡ് അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റിൻ്റെ മുമ്പിൽ ഇത് 2023 ഇത് കൊടുത്തുവിടുമ്പോഴുള്ള PS പ്രശാന്ത് എന്ന് പറയുന്ന ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹം അതിന് മുമ്പ് കൊടുത്തുവിട്ട ഈ പറയുന്ന ഗോൾഡ് പ്ലേറ്റിംഗ് ഏജൻസിയിലേക്ക് വിളിച്ച് ചോദിക്കണ്ടേ, 40 വർഷത്തെ നിങ്ങളുടെ വാറണ്ടി ഇല്ലേ, അപ്പോൾ ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾ ഇത് പണിത് തരണ്ടേ, ഇത് എന്തുകൊണ്ടാണ് ഇത് മങ്ങിയത് എന്നൊരു ചോദ്യം പറഞ്ഞേ. അതുപോലും ചോദിക്കാതെ ഇതാ കുഴപ്പമില്ല, ഇത് മങ്ങലുണ്ടായല്ലോ, അപ്പോൾ അയ്യപ്പ ഭക്തർ വരുമ്പോൾ മങ്ങലുണ്ടാവാൻ പാടില്ല, തിളങ്ങി അങ്ങ് നിൽക്കട്ടെ, അതുകൊണ്ട് ഒന്നുകൂടെ പൂശിയേക്കാം എന്നുള്ള നിലപാടെടുത്തത്, അയ്യോ അത് കണ്ണും പൂട്ടി പൂച്ച പാല് കുടിക്കുന്നത് പോലെയായിരുന്നു പ്രശാന്ത് എടുത്തത് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് കൃത്യമായി SIT പറഞ്ഞിട്ടുമുണ്ട്. ഇനി SIT-യുടെ രാഷ്ട്രീയ പേട്രണേജ് ഏറ്റെടുക്കേണ്ട കാര്യമൊന്നും പിതൃത്വം ഏറ്റെടുക്കേണ്ട കാര്യമൊന്നും കോൺഗ്രസിനില്ല. എന്തായിരുന്നു മുമ്പ് SIT-യെ പറ്റി ഇവരുടെ വാദം? ഞങ്ങൾ പലപ്പോഴും പറഞ്ഞു SIT-യിൽ അനാവശ്യമായ സ്വാധീനം ഉണ്ടാകുന്നുണ്ട്, അന്വേഷണം പതിയെയാണ് പോകുന്നത്. അത് കോടതിയും പറഞ്ഞു, വിവിധ വിധികളിൽ കോടതിയും പറഞ്ഞു നിങ്ങളിങ്ങനെ ആമയെ പോലെ നടന്നു വന്നാൽ പോരാ, നമുക്കിതിൽ സ്പീഡ് വേണമെന്ന് കോടതി വരെ പറഞ്ഞു. അന്ന് CPM-ന്റെ പ്രതിനിധികൾ, ഈ ചർച്ചയിൽ CPM-ന്റെ പ്രതിനിധി ഇല്ല, CPM-ന്റെ പ്രതിനിധികൾ അന്ന് ചർച്ചയിൽ പങ്കെടുത്ത് എന്തായിരുന്നു പറഞ്ഞിരുന്ന വാദം? SIT-യുടെ മേൽ ഞങ്ങൾക്ക് യാതൊരുവിധ ഉത്തരവാദിത്തമില്ല, ഞങ്ങൾക്ക് കൈയടത്താൻ പറ്റില്ല. കാരണം എന്താ? ഹൈക്കോടതി നിന്ന് നേരിട്ട് ഹാൻഡ് പിക്ക് ചെയ്ത, ഞാൻ അന്നും ഒരു വാക്ക് ഉപയോഗിച്ചു, ഹൈക്കോടതി ഹാൻഡ് പിക്ക് ചെയ്ത ഉദ്യോഗസ്ഥരെ അന്നത്തെ സർക്കാർ ഹാൻഡ് കഫ് ചെയ്യുന്നുണ്ട് എന്നാണ് ഞാനൊന്ന് പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനല്ല, ഇത് ഹാൻഡ് പിക്ക് ചെയ്തതാണ്, ഹൈക്കോടതി ഹാൻഡ് പിക്ക് ചെയ്തവരാണ്, അവരുടെ കയ്യിൽ പിടിക്കാൻ സർക്കാരിന് പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത്. അതേ വാദം ഞങ്ങൾ എടുക്കുകയാണ്. ഞങ്ങൾ വന്നതിന് ശേഷം 10 സെക്കൻഡ് അവസാനിപ്പിക്കാൻ അഭിലാഷ്, ഞങ്ങൾ വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ ഞങ്ങൾ SIT-യിൽ നിന്ന്
മാറ്റണമെന്ന് ആവശ്യപ്പെട്ടോ? ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രിയോ ബന്ധപ്പെടുകയോ കാണുകയോ ചെയ്തോ? ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഹൈക്കോടതിയിൽ കൊടുക്കുന്നതിന് മുമ്പ് ആഭ്യന്തര വകുപ്പ് ചെക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇത് സ്വാഭാവികമായും ഹൈക്കോടതി ആ ഒറ്റ വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കുകയാണ്, അവർ ഹാൻഡ് പിക്ക് ചെയ്തവരുടെ നേരെ ഹാൻഡ് കഫ് ചെയ്യാൻ പോയിട്ട് അവരെ ഒരു ടാറ്റ കാണിക്കാൻ പോലും ഈ സർക്കാർ തയ്യാറാവില്ല. ഇത് അയ്യന്റെ സ്വത്താണ്, വിശ്വാസികളുടെ വികാരമാണ്. അതിന് ഈ സർക്കാർ വലിയ പ്രാധാന്യം കൊടുക്കുന്നു. ഈ SITക്ക് ഏത് വഴിയും പോകാം, പക്ഷേ അവർ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ ലാക്കിന് വഴപ്പെടുന്നുണ്ട് എന്ന് കണ്ടാൽ കൃത്യമായി സർവൈലൻസോടുകൂടി ഈ സർക്കാർ ഉണ്ടാകുകയും. ശരി.